എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആണ്. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ട, അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആൺകുട്ടികളായാലും ശരി, പെൺകുട്ടികളായാലും ആരാണെങ്കിലും ശരി, നിങ്ങളെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപ് എനിക്ക് പറയാനുള്ളത്, ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, അപ്പോൾ പറയാറുണ്ട് ഞാൻ ഒത്തിരി പഠിച്ചിട്ടുണ്ട് ഡോക്ടറെ, ഒരുപാട് ഡിഗ്രീസ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതുവരെയും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നല്ല ജോലി ആയിട്ടില്ല. പക്ഷെ നിങ്ങൾ അതിനോർത്ത് വിഷമിക്കരുത്. ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്തുമാത്രം പഠിക്കുന്നു എന്നത് എപ്പോഴും ഒരു ബാങ്കിൽ കൊണ്ട് നമ്മൾ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെയാണ്. എന്നായാലും അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ എന്നായാലും നിങ്ങൾക്ക് നിങ്ങളുടെ സമയമാകുമ്പം നല്ലൊരു ജോബ് ഉറപ്പായിട്ടും കിട്ടും. അതുകൊണ്ട് ഒരിക്കലും ഇത്രയും ഞാൻ പഠിച്ചു പോയി എന്നോർത്ത് നിങ്ങൾ വിഷമിക്കരുത്. അപ്പം നമുക്കൊരു സിമ്പിൾ ഒരു വീഡിയോ ആണ്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി നിങ്ങൾ പോകണം. ഇൻ്റർവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജോബിന് വേണ്ടിയുള്ള ഏതൊരു ഇൻ്റർവ്യൂ ആവട്ടെ, മെഡിക്കൽ ഫീൽഡോ എന്തായാലും ശരി, മെഡിക്കൽ ഫീൽഡ് തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും എൻജിനീയറിങ്ങോ ഏതൊരു ഇൻ്റർവ്യൂ ആയാലും എന്തായാലും ഓക്കെ, ഒരു ജോബ് കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂ അത്ര മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി, അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ദിവസമായി. ആ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡോറ് തുറക്കുന്നതിന് തൊട്ടാണ്. അപ്പോൾ ഡോറ് നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂവിന് ഒരു റൂം അല്ലെങ്കിൽ ഒരു ഹാളായിരിക്കുമല്ലോ, അതിനകത്തായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യുന്നവർ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പേഷ്യൻ്റ്ലി വേണം ഡോറ് പയ്യെ തുറക്കുക. അപ്പോൾ ചിലവരെങ്ങനെയാണെന്ന് അറിയാമോ, പെട്ടെന്ന് അവർ തുറക്കുമ്പോൾ തന്നെ എന്താണ് ഭയങ്കര ഒരു ശബ്ദം, അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന കീ ചെയിൻ വന്ന് ഡോറിലിടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വന്ന് താഴെ വീണു പോവും. അങ്ങനെ ഒന്നും ചെയ്യരുത്. ഭയങ്കര കാം ആൻഡ് പേഷ്യൻ്റ്ലി മൈൽഡായിട്ട് ഡോറ് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പ്രസ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്തിട്ട് തുറക്കാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ കതക് തുറന്നിട്ട് ചിലവർ എന്ത് ചെയ്യുന്നറിയാമോ, ജസ്റ്റ് ടേൺ ചെയ്തിട്ട് തിരിഞ്ഞിട്ട് കതവ് അടയ്ക്കും. അപ്പം നമ്മുടെ ബാക്ക് സൈഡ് ആയിരിക്കും ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ കാണുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പോയി പുഷ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ സ്പാർക്കിൽ അപ്പോഴായിരിക്കും നിങ്ങൾ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളെ കാണുന്നത്. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അവരുടെ കണ്ണുകളിൽ നോക്കിയിട്ട് സ്മൈൽ ചെയ്യുക. ചിലവരെന്ത് ചെയ്യുന്ന അറിയാമോ, പെട്ടെന്ന് ഡോറ് തുറന്നിട്ട് ഉടനെ നോക്കുന്നത് താഴോട്ടായിരിക്കും. ആ ഒരു ഇംപ്രഷൻ നിങ്ങൾ കൊടുക്കരുത്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, തിരിയണ്ട, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഓൾവേസ് ഫോർവേഡ്, മുന്നിലോട്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം കാണുന്ന നല്ല ഒരു പ്ലസൻറ്റ് സ്മൈൽ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നടക്കുമ്പോഴും ഇറക്റ്റായിട്ട് നല്ല ഒരു നമ്മുടെ സ്പൈൻസ് ഒക്കെ ഇങ്ങനെ ഇറക്റ്റ് ചെയ്തിട്ട് വേണം നടക്കുക. അപ്പോൾ നമ്മൾ കൂനി അങ്ങനെ നടക്കരുത്. നമ്മൾ അപ്പോൾ ആ ഒരു ഇങ്ങനെ എന്താണ് സ്പൈനൊക്കെ ഇറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഇൻ്റർവ്യൂവിന് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയുള്ള ഒരാളാണ് എന്ന് ഒരു ഐഡിയ കിട്ടാനുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇരിക്കുക. എന്നിട്ട് ഇരിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്ന് അവരെ നോക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇരിക്കാൻ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അത് നമ്മളൊന്ന് ഉൾക്കൊണ്ടിട്ട് അങ്ങനെ നമ്മൾ കാമായിട്ട് ഇരിക്കുക. അപ്പോൾ ഇരിക്കാൻ നേരം നിങ്ങൾ നോക്കണം, ഭയങ്കരമായിട്ട് ശബ്ദം ഒന്നും ഉണ്ടാക്കരുത്. പിന്നെ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ ചിലവരെന്ത് ചെയ്യുന്നറിയാമോ, അവരുടെ കയ്യിൽ കുറേ ബാഗ്സ് കാണും. ആ ബാഗ്സൊക്കെ തൊട്ടടുത്തുള്ള സീറ്റ് വെക്കും. അപ്പോൾ തൊട്ടടുത്ത് സീറ്റ് വെക്കാൻ സീറ്റില്ലെങ്കിൽ എന്തോ ചെയ്യുമെന്നറിയാമോ, താഴെ വെക്കും. ആ ഒരു ഇംപ്രഷൻ നിങ്ങൾ കൊണ്ടുവരരുത്. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു ഫയൽ എന്ന് പറയുമ്പോൾ ഈ സ്യൂട്ട് ബാഗ്സ് ഇല്ലേ, ഞാൻ ഒരു പിക്ചർ ഞാൻ കാണിക്കാമേ. അങ്ങനെയുള്ള ഒരു സ്യൂട്ട് ബാഗ്സ്, അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ബാഗ്സ് നമുക്ക് കിട്ടും. അത് ഓൺലൈനൊക്കെ കിട്ടും, ഒരു 1000-നകത്തൊക്കെ കിട്ടാവുന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ അതേപോലത്തെ ഒരു ബാഗ് ആയിരിക്കണം നിങ്ങൾ കരുതാനുള്ള. അപ്പോൾ അത് കാണുമ്പോൾ എന്താ, ഒരു പ്രൊഫഷണൽ ലുക്ക്, ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടും. അതേസമയം നമ്മുടെ പ്ലാസ്റ്റിക് കവേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും കൊണ്ടുപോകരുത്. അപ്പോൾ ഈ ഒരു ബാഗാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഒരൊറ്റ ഫയൽ മാത്രമേ പാടുള്ളൂ. ആ ഒരൊറ്റ ഫയലിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും കാണണം. അല്ലാതെ ഒരു കവറിൻ്റെ അകത്ത് ഒരു ഫയല്, പിന്നെ എന്താണ് ഫോട്ടോ വേറൊരു കവറിൽ. അപ്പോൾ അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്താണ്, ആ സമയത്ത് അയ്യോ കൺഫ്യൂസ്ഡ് ആവും, അയ്യോ ഇത് ഏതിലാണ് അത് ഏതിലാണ്. അപ്പം നമ്മളെ കാണുന്ന ഇൻ്റർവ്യൂവർ വിചാരിക്കുക ഒന്നും സിസ്റ്റമാറ്റിക് അല്ല, ഒരു പക്വതയില്ലായ്മ, അങ്ങനെ ഒരു ഇംപ്രഷൻ കിട്ടും. അപ്പോൾ ആ ഒരു ഇംപ്രഷൻ കൊണ്ടുവരരുത്. എല്ലാം ഒരൊറ്റ ഫയൽ, ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫോൾഡർ വൈസ് ആയിട്ട് എല്ലാം ഉണ്ടാവും. 10th സർട്ടിഫിക്കറ്റ്, +2 നിങ്ങളുടെ കോഴ്സിൻ്റെ ഏതാണ്, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് കൊണ്ടുവരാം.
പിന്നെ അതിനു മുൻപ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഡ്രസ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഏത് ഡ്രസ്സായാലും നന്നായിട്ട് അയൺ ചെയ്ത ഡ്രസ്സായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങളിപ്പോൾ അയൺ ചെയ്യാത്ത ഭയങ്കര ചുളുങ്ങിയ ഒരു ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോകുന്നതെന്ന് വെച്ചോ. അപ്പം ഞാനാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ, നിങ്ങളാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് നോക്കുമ്പോൾ എന്താണ്, ഫുള്ള് ഉടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഇമ്പ്രഷൻ, ഞാനിപ്പോൾ മൈൻഡിൽ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഉടഞ്ഞ ഡ്രസ്സാണ്, അപ്പോൾ എന്താണ്, സമയമില്ല, അപ്പോൾ ഇന്നലെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇൻ്റർവ്യൂവിനൊക്കെ പറ്റി. ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിനെപ്പറ്റി, ഈ ഒരു ഇൻ്റർവ്യൂവിനെ പറ്റി അത്ര സീരിയസ്നെസ് ഇല്ല. പിന്നെ ഉടഞ്ഞ ഡ്രസ്സായതുകൊണ്ട് ഒട്ടും സമയമില്ലാത്ത ആളാണ്, ഹറിബറി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള തോട്ട്സ് എക്സാമിനറിന് നിങ്ങളെപ്പറ്റി ഒരു ഇമ്പ്രഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. എൻ്റെ ഒരു പേഴ്സണൽ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ ആ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സായിരിക്കും ഞാൻ മെയിൻലി പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം കേരളത്തിലാണെങ്കിൽ നമുക്ക് ഗേൾസിന് എന്താണ്, സാരി നല്ല പ്ലീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് അയൺ ചെയ്തതും ഇൽ ബി വെരി ഗുഡ്. പിന്നെ അതേസമയം ബോയ്സിനാണെങ്കിൽ വൈറ്റ് ഷർട്ട്, നല്ല ടൈ ഒക്കെ നന്നായിട്ട് ടൈ ഇട്ട്, ഒരു ബ്ലാക്ക് പാൻസ് ഒക്കെ ഇട്ട് ഒരു ഇഞ്ച് ചെയ്ത്, ദാറ്റ് ഗിവ്സ് ഒരു പ്രൊഫഷണൽ ലുക്ക് അല്ലേ. പിന്നെ അതേസമയം ചെരുപ്പും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ചെരുപ്പ് എന്തായാലും നല്ല പോളിഷ്ഡ്, വെൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഫുഡ് വെയർ ആയിരിക്കണം. കാരണം നമ്മൾ ഈ എൻട്രൻസിൽ കയറി വരുമ്പം ആസ് എ ഹോൾ ആയിട്ട് എക്സാമിനർ ആരാണെന്ന് വെച്ചാൽ നോക്കും. അപ്പോൾ അതൊക്കെ നിന്ന് നമുക്ക് ആക്ച്വലി ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ഒരുപാട് എന്താണ്, എവിടെയെങ്കിലും ചെളിയിലൊക്കെ പോയി ചവിട്ടി അവിടെ കയറുമ്പോൾ തന്നെ അവരുടെ അവിടെ എന്താണ്, കുറേ ഫുഡ് പ്രിൻസിൽ ഫുള്ളും ചെളി ആയത് തന്നെ എന്താണ്, നമ്മുടെ ഒരു ഇംപ്രഷൻ അപ്പം പോയി. അപ്പം അങ്ങനെയല്ല, നമ്മൾ ഏത് ഒരു ചെരുപ്പാണ് ഉണ്ടെങ്കിലും, ഡീസൻറ്റ് ചെരുപ്പാണ് ഉണ്ടെങ്കിലും സ്ലിപ്പേഴ്സ് ഒന്നും ഇട്ടുകൊണ്ട് പോവല്ലേ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഷൂസ് ആണെങ്കിൽ വെൽ പോളിഷ്ഡ് ആയിരിക്കണം കേട്ടോ, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ മേക്കപ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗേൾസ് യൂഷ്വലി മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ലൈറ്റ് മേക്കപ്പ് ആയിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഫ്ലൂറസൻറ്റ് കളേഴ്സ് ഉള്ള ഡ്രസ്സസ് കഴിവതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുറച്ചൊരു പ്ലസൻറ്റ് അങ്ങനെ ഒരു ഫീൽ. കാരണം അപ്പം നമ്മൾ കാണുമ്പോൾ നമ്മൾ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ എന്താണ്, അധികം മേക്കപ്പിൽ എന്നാലും ആവശ്യത്തിലൊരു പ്ലസൻറ്റ്നെസ് നമ്മൾ കൊണ്ടുവരാൻ നോക്കുക. അപ്പം അവരുടെ ആ ഒരു മൈൻഡിൽ എന്താണ് ഇംപ്രഷൻ, ഓക്കെ ഇറ്റ് ഗിവ്സ് ഒരു പ്ലസൻറ്റ് ഒരു ഇത്. അല്ലാതെ നമ്മൾ കൂടുതൽ ഒരു ഫ്ലൂറസൻറ്റ് കളർ, അപ്പം നമ്മുടെ ശ്രദ്ധ കുറച്ചും കൂടെ അതിലോട്ടായിരിക്കും എന്നൊരു ധാരണ അവർക്ക് വരും. അപ്പം നമ്മൾ അങ്ങനെയല്ല, എന്താണ് പക്വത കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ അവർ ചോദിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കുക, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നല്ലൊരു CV നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. CV വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു CVയുടെ പ്രിൻ്റ് ഔട്ട് ഏത് ജോബായാലും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പ്രീവിയസ് എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതും കൊണ്ടുപോകണം. അതിൻ്റെ ഫോട്ടോ കോപ്പീസ് അതെല്ലാം നമ്മുടെ ഈ CVയിൽ ഇൻവോൾവ് ചെയ്യിക്കാം എന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് അവർ ചോദിക്കും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ഒരു സാലറി നിങ്ങൾക്ക് ഓഫർ ചെയ്യും. ലൈക്ക് മേ ബി നിങ്ങളോട് ചോദിക്കും, ഈ സാലറിയിൽ നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങളുടെ എന്താണ് സാലറി നിങ്ങൾ പറയൂ എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും സാലറി കുറച്ച് പറയൽ, ഉള്ള സാലറിയിൽ നിന്ന് ഒരു 10K എങ്കിലും അധികം കുറച്ച് കൂട്ടി പറയുന്നതായിരിക്കും എപ്പോഴും ഒരു സേഫ് സോൺ കേട്ടോ. പിന്നെ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന് മുൻപ് ചിലപ്പോൾ ഇൻട്രോ പറയാൻ പറയും. ഇൻട്രോ നിങ്ങളൊന്ന് പ്രിപ്പയർ ആയിട്ട് പറയാം. അപ്പോൾ പണ്ടത്തെ സ്റ്റൈലല്ല ഇപ്പോൾ ലൈക്ക് മൈ നെയിം ഇസ് സോ ആൻഡ് സോ in my family, like my father is business man, my mom, അങ്ങനത്തെ അല്ല കേട്ടോ, അങ്ങനെ പറയരുത്. ജസ്റ്റ് പ്രൊഫഷണൽ ടച്ചിൽ വേണം നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പ്രൊഫഷണൽ സെൽഫ് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ വർക്കിനെയും നമ്മൾ ലൈക്ക് സ്റ്റഡീസിനെയും നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അതിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഇൻട്രോ കൊടുക്കാനുള്ള. അല്ലാതെ അവർ നമ്മുടെ ഫാമിലീനെ പറ്റി അവർക്ക് കൂടുതൽ അറിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ലൈക്ക് ആസ് നമ്മുടെ ആ പ്രൊഫഷണൽ ടച്ച് അങ്ങനെയുള്ളത് വേണം കൊണ്ടുവരാനുള്ളത്. പിന്നെ ഞാൻ എന്തോ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് ആലോചിക്കട്ടെ, കട്ട് ചെയ്യാം, ഞാൻ മറന്നു കേട്ടോ. വേറെ എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവർ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കും ആൻസർ. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ MBBS സമയത്ത് എൻ്റെ പ്രൊഫസേഴ്സ് നമുക്ക് വൈവയ്ക്ക് മുൻപ് നമുക്കൊരു അവസാന എക്സാമൊക്കെ ആകുമ്പോൾ നമുക്കൊരു ടിപ്പ് പറഞ്ഞു തരുന്നതാണ്. അത് നമുക്കിവിടെ യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പം ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയത്തില്ലായിരിക്കും.
സോ അവർ ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ എന്താണ് ചാടി പറയണ എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു ഇംപ്രഷൻ ഒരിക്കലും കൊടുക്കരുത്. അപ്പം നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കാം, പക്ഷെ എങ്കിലും നിങ്ങൾ പറയണം അത് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ മറന്നുപോയി, അങ്ങനെ ഒരു ഇമ്പാക്റ്റ് കൊടുക്കുക. കാരണം അറിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്പോണ്ടേനിയസ്ലി പറയുമ്പോൾ എന്താണ് അവർ കേൾക്കുമ്പോൾ ഇതിനെ പറ്റി ഇവർക്ക് ഒരു ധാരണയില്ല, ഒരു അറിവും ഇല്ല എന്നായിപ്പോൾ. അതേസമയം നമ്മൾ ഓർക്കുന്നില്ല, മറന്നുപോയി എന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്യണം, ഓക്കെ പഠിച്ചതായിരിക്കാം, കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പം എന്താണ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം അതൊരു മനുഷ്യ സഹജമായ അതൊരു ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പം അങ്ങനെ അവർ കരുതിക്കോളും. പിന്നെ പിന്നെ ഇതൊക്കെ തന്നെയാണ്. അപ്പം പിന്നെ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നടന്നു വന്നപ്പോൾ എങ്ങനെയായിരുന്നു, നമ്മുടെ സ്പൈനൊക്കെ നല്ല ഇറക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇരിക്കുമ്പോഴും ഇങ്ങനെ കൂനി ചിലവരെന്തെങ്കിലും ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കല്. ജസ്റ്റ് നമ്മുടെ എൽബോസ് നമ്മുടെ സ്പൈൻസ് എല്ലാം നല്ല ഇറക്റ്റ് ചെയ്തിട്ട് തന്നെ ഇരിക്കുക. പിന്നെ ചിന്നി ഇങ്ങനെ വയ്ക്കുക, കുറച്ചും കൂടെ റേസ് ചെയ്തിട്ട് അവരെ നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ഐ കോണ്ടാക്റ്റ് എപ്പോഴും അവരിൽ കൊടുക്കുക. നമ്മൾ താഴോട്ട് നോക്കരുത്, ജസ്റ്റ് ഐ. കാരണം ഈ ഐക്ക് ഒരുപാട് ഐസ് നമ്മുടെ എല്ലാവരുടെ ഐസിന് ഭയങ്കര റോളുണ്ട്. ഐ എപ്പോഴും ഒരു പ്ലസൻറ്റ്നെസ് കൊണ്ടുവരും. ഇപ്പോൾ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഐയിൽ മാത്രം കുറച്ചൊരു ലൈക്ക് ഐലൈനർ നമ്മുടെ ഇട്ടിട്ട് കുറച്ച് ഐനൊരു എൻഹാൻസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഐ എപ്പോഴും എന്താണ് ഒരു പ്ലസൻറ്റ്, ഒരാൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു റോൾ, നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ അറിയാൻ പറ്റും കണ്ണുകൾക്ക്. അപ്പോൾ എപ്പോഴും നിങ്ങൾ കണ്ണ് നോക്കിയിട്ട് സംസാരിക്കുക. പിന്നെ എപ്പോഴും ഒരു നല്ലൊരു ലൈക്ക് ഒരു സ്മൈൽ കൊടുക്കുക. പിന്നെ എപ്പോഴും നമ്മൾ എന്താണ് ഒരു ഹറി ബറി അല്ലെങ്കിൽ നമ്മൾ ഒരു ടെൻഷൻ അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല. കാരണം ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ അവർ നോക്കും. അപ്പം നിങ്ങൾ ജോബിന് എടുക്കുമ്പോഴും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം, അല്ല ഇപ്പം തന്നെ കുറച്ച് ഈ ഒരു ഇൻ്റർവ്യൂവിന് തന്നെ കുറച്ചൊന്ന് വേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ഹറി ബറി പറയുന്ന മാറിപ്പോകുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ നോക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ഒരു കമ്പനിക്ക് വരുമ്പോൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം, അപ്പോൾ ഹറി ബറി ആയിരിക്കാം അങ്ങനെ. അപ്പം ചിലവരെന്ന് വെച്ചാൽ ഒരുപാട് ഡിഗ്രീസ് എടുത്തിട്ടുണ്ടാവും, പക്ഷേ ലൈക്ക് അതിനേക്കാളും കുറച്ച് ഡിഗ്രീസേ ഉണ്ടാവുള്ളൂ, പക്ഷേ അവരുടെ ഒരു പ്ലസൻറ്റ്നെസ്, അവരുടെ ആ സംസാര രീതി അത് ആകർഷിക്കുമ്പോൾ എന്ത് പറ്റും, സോ മെനി ക്ലൈൻറ്റ്സ് വരുമല്ലേ. അപ്പം അങ്ങനെയുള്ള ജഡ്ജ്മെൻറ്റിൽ ചിലപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കും എടുക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും നല്ല സ്മാർട്ടായിരിക്കുക, നല്ല പ്ലസൻ്റ് ആയിരിക്കുക. അപ്പോൾ ഇതുപോലെ അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യാം, ഞാൻ മറന്നുപോയി, ഞാൻ ഓർക്കുന്നില്ല, അതാണ് ബെറ്റർ കേട്ടോ. അറിയില്ല എന്ന് നമ്മൾ എടുത്തടിച്ച് പറയുന്നതിനേക്കാളും. പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ ആഫ്റ്റർ ഇൻ്റർവ്യൂ ആണെങ്കിലും എന്ത് ചെയ്യുക, എഴുന്നേൽക്കുമ്പോഴും നല്ല പതുക്കെ, അതായത് ശബ്ദം, കീ ചെയിൻസ് അതുപോലത്തുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് നോയ്സ് ഉണ്ടാവുന്ന സംഭവങ്ങളൊന്നും നിങ്ങൾ കരുതരുത്. പിന്നെ പെന്ന് നല്ലൊരു ബ്രാൻഡഡ്, ഈ ചെറിയ പൈസയ്ക്കുള്ള 2 രൂപ 3 രൂപ അങ്ങനെയുള്ള പെന്നൊന്നും പോക്കറ്റിൽ വെക്കല്. കുറച്ചൊരു ലുക്കൊക്കെ ഉള്ള ഒരു പെന്ന് എപ്പോഴും ഒരു എന്താണ് നമ്മുടെ പോക്കറ്റ് കാണുന്ന ഡ്രസ്സാണെങ്കിൽ അങ്ങനെയുള്ള വെക്കുക. വൈറ്റ് ഷർട്ട് ആണെങ്കിൽ ബ്ലാക്ക് പെൻ, ഇറ്റ്സ് ആക്ച്വലി ബ്രിങ്സ് ഗുഡ്, ബ്ലാക്ക് ഓർ ബ്ലൂ. അപ്പോൾ അങ്ങനെ വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോഴും ഒരു എന്താണ് അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് കാണിച്ചിട്ട് ജസ്റ്റ് ഒരു ഇതിങ്ങനെ കൊടുത്തിട്ട് പതുക്കെ എഴുന്നേൽക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇതൊരു ചെറിയൊരു എന്താണ് ഒരു വീഡിയോ ആയിരുന്നു. ഹോപ്പ് യു ഓൾ ലവ് ഇറ്റ്. ആൻഡ് പിന്നെ ഈ ചാനൽ ന്യൂ ആയിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് മീ ആൻഡ് സപ്പോർട്ട് മീ, എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ടോപ്പിക്സ് ആണെങ്കിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഞാൻ കമൻറ്റൊക്കെ വായിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് പുതിയ പുതിയ കുഞ്ഞു ടോപ്പിക്സ് ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ, അതാണ് ഈ പോയിന്റ് ഓഫ് ഈ വീഡിയോ ഇടുന്നത് തന്നെ. ആക്ച്വലി നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ. So thank you all so much for listening my video, and it's me Dr. Amrita here. Please do guys subscribe. Thank you all.